ഹലോ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീസണിംഗ് സീരീസിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ റിവിഷൻ സീരീസ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. RRB NTPCക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീസണിംഗിന്റെ റിവിഷൻ സീരീസ് ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് എങ്ങനെ 30 ഔട്ട് ഓഫ് 30 നമുക്ക് സ്കോർ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് ഈ ഒരു റിവിഷൻ സീരീസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ എന്താണ് ചെയ്തു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോ നമ്മുടെ സീരീസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. റീസണിംഗിൽ ആദ്യത്തെ ചോദ്യം കോഡിംഗ് ഡീകോഡിങ്ങിനകത്ത് വരുന്ന ഒരു ചോദ്യമാണ്. SKIB is related to OGNG in a certain way based on the English alphabetical order. In the same way, CUCV is related to YQHA. To which of the following options is QIRK related following same logic? അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് കോഡിംഗ് ഡീകോഡിംഗ് അല്ലേ. അപ്പോ SKIB എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത്? OGNG ആയിട്ടും അതുപോലെ CUCV എങ്ങനെയാ കോഡ് ചെയ്തിരിക്കുന്നത്? YQHA ആയിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അതേ രീതിക്ക് നമുക്ക് QIRK എങ്ങനെ കോഡ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ പൊസിഷണൽ വാല്യൂസ് എഴുതാം. S19 K11 I9 B2 O15 G7 N14 G7 ഇവിടെ C3 U21 C3 B22 Y25 Q17 H8 A1 Q17 I9 R18 K11. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് നോക്കാം. ആ നമ്പേഴ്സിൽ എന്തെങ്കിലും ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ 19ഉം 15ഉം, അതായത് 19ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 15 കിട്ടും. അതുപോലെ 11ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ നമുക്ക് 7 കിട്ടും അല്ലെ. ഇനി 9ൽ നിന്ന് 5 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 14 കിട്ടുന്നത്. അതുപോലെ 2ൽ നിന്നും 5 കൂട്ടുമ്പം 7 കിട്ടുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം -4 അടുത്ത വന്ന രണ്ടെണ്ണം +5 ആണ്. ഇതേ പാറ്റേൺ തന്നെയാണോ അടുത്തതിൽ ഫോളോ ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം. 3ൽ നിന്ന് 4 കുറയ്ക്കുമ്പം അങ്ങനെയല്ല. 3ന് അതായത് സി എന്ന് പറയുന്ന ലെറ്ററിന് മുന്നേ 4ാമത്തെ ലെറ്റർ ഏതാന്ന് നോക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്താൽ മതി. 25 കഴിഞ്ഞിട്ട് പിന്നെ 26 ആണ്, പിന്നെ 1 2 3 അല്ലെ. അപ്പൊ 3ൽ നിന്ന് അതായത് സിയുടെ പുറകിൽ 4ാമത്തെ ലെറ്റർ ഏതാണ്? Y ആണ്. ഇനി 21ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ നമുക്ക് 17 കിട്ടും. 3ൽ നിന്ന് 5 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. 22ൽ നിന്ന് 5 കൂട്ടുക. അപ്പൊ 1 എങ്ങനെ കിട്ടും എന്നല്ലേ നമ്മളിങ്ങനെ എണ്ണി നോക്കുക കേട്ടെ. അതായത് 23 24 25 26 അത് കഴിഞ്ഞ് പിന്നെ 1 അല്ലേ വരുള്ളൂ. അപ്പൊ +5. നമുക്ക് സെയിം പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. -4 ചെയ്യാ, -4 ചെയ്യാ, +5 ചെയ്യാ, +5 ചെയ്യാം. 17 -4 എത്രയാണ്? 13. 9 - 4 5. 18 + 5 എത്രയാണ്? 23. 11 + 5 16. അപ്പോ ഇവിടെ 13ാമത്തെ ലെറ്റർ M, 5 E ആണ്, 23 W, 16 P. അപ്പൊ MEWP ആണ് ആൻസർ വരുന്നത് കേട്ടോ. MEWP ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാമല്ലോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഒരു സീരീസ് ആണ്. അതായത് നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്ന ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്ന ഒരു സീരീസ് ആണ്. ആ സീരീസിൽ നെക്സ്റ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്കിന് അവിടെ എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സീരീസിൽ ONL AZX MLJ YXV ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ തൊട്ടടുത്ത് എന്താണ് വരുന്നത് നോക്കാം. അപ്പൊ അതിന് നമ്മുടെ പൊസിഷണൽ വാല്യൂസ് എഴുതിയാൽ എന്തെങ്കിലും ഒരു എന്താണ് ഒരു ഹിന്റ് കിട്ടുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. O15 N14 L12 A1 Z26 X24 M13 L12 J10 Y25 X24 V22. അപ്പൊ അടുത്ത് എന്താണെന്നുള്ളതാണ് ചോദ്യം. നോക്കാം നമുക്ക്. 15ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 14 കിട്ടുന്നത്. 14ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 12 കിട്ടുന്നുണ്ട്. 1ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1ൽ നിന്ന് 1 കുറയ്ക്കാന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ ലെറ്റർ ഏതാണ്? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 1ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 26 തന്നെയാണ് അല്ലെ.
ഇനി 26-ൽ നിന്ന് 24 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2 -2 ആണ്. അപ്പൊ സെയിം തന്നെയാണ് നമുക്ക് അവിടെ വരിക. 13-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 12, 12-ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 10, 25-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 24, 24-ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 22. അപ്പൊ സെയിം പാറ്റേൺ -1 -2 എന്ന് പറഞ്ഞ സെയിം പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് വരിക? JKH നമുക്ക് നോക്കാം. JKH എന്ന് പറയുമ്പോൾ J10, K11, H8. അപ്പൊ 10-ൽ നിന്ന് 1 കൂട്ടുമ്പോഴല്ലേ 11 വരുള്ളൂ. അപ്പൊ അത് വരില്ല. അടുത്ത KJH 11, 10, 8. അതായത് 11-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 10 കിട്ടുന്നുണ്ട്. 10-ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 8 കിട്ടുന്നുണ്ട്. അപ്പൊ സെയിം പാറ്റേൺ അവിടെ വരുന്നുണ്ട്. അടുത്ത JHKയും കൂടെ നോക്കണം. JHK എന്തായാലും വരില്ല. അതുപോലെ KHJയും വരില്ല. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. അപ്പൊ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നത് KJH ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്കൊരു നമ്പർ സീരീസ് ആണ്. ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് എന്താണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: 1, 13, 28, 46, 67 എങ്കിൽ നെക്സ്റ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്തായിരിക്കും വരിക? നമുക്ക് എന്തായാലും ആദ്യം ഇതിന്റെ ഡിഫറൻസുകൾ എടുത്തു നോക്കാം. 1-ൽ നിന്ന് 12 കൂട്ടുമ്പോഴാണ് 13. 13-ൽ നിന്ന് 15 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 28 കിട്ടി. 28-ൽ നിന്ന് എത്ര കൂട്ടുമ്പോഴാണ് 46 വരുന്നത്? 18 കൂട്ടുമ്പോഴാണ് അല്ലെ? 18. അടുത്ത് 46-ൽ നിന്ന് എത്ര കൂട്ടുമ്പോഴാണ് 67 വരുന്നത്? 67 വരുന്നത് നോക്കുക. 67 - 46 എത്രയും നോക്കുക. 21 കൂട്ടുമ്പോഴല്ലേ? അതായത് ഇതെല്ലാം 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അതായത് 3 × 4 വരുന്നുണ്ട്, 3 × 5 വരുന്നുണ്ട്, ഇത് 3 × 6 വരുന്നുണ്ട്, 3 × 7 വരുന്നുണ്ട്. അടുത്ത് നമുക്ക് 3 × 8 ചെയ്ത് നോക്കാം. 24. 24 കൂട്ടുമ്പോൾ എത്രയാ കിട്ടുന്നത്? 7 × 4 11, ശിഷ്ട 1, 6 × 2 8 1 91. അപ്പൊ ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ ബി 91 ആണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ ചെക്ക് ചെയ്യുക. ഏതാണ്? 91. ഓപ്ഷൻ ബി 91 ആണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുക എന്നുള്ളതാണ്. ലഘൂകരിക്കുക. നോക്കിക്കേ, 16 + 16 ÷ 4 - 3 × 3. അപ്പോ ബോട്ട് മാസ് റൂൾ വെച്ചാണ് നിങ്ങൾ ചെയ്യാൻ. ബോട്ട് മാസ്, അതായത് മിനിക്കുലം ബാർ ഉണ്ടോ ചെക്ക് ചെയ്യുക. ഇല്ല. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓർഡർ ഉണ്ടോ? ഇല്ല. അടുത്ത ഏതാണ്? ഡിവിഷൻ ഉണ്ട്. 16 ÷ 4. അപ്പൊ 16 + 16 ÷ 4 എത്രയാണ്? 4 - 3 × 3. അടുത്ത ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ 16 + 4 - 3 × 3 9. അടുത്ത ഏതാണ്? അഡീഷൻ. 16 + 4 എത്രയാണ്? 20. 20 - 9. അടുത്ത ഏതാണ്? സബ്ട്രാക്ഷൻ. എത്ര വന്നു? 11. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 11. അപ്പൊ ഇവാലുവേറ്റ് ഒക്കെ നമുക്ക് ഒരിക്കലും എന്താണ് നെഗറ്റീവ്സ് വരുത്താത്ത രീതിയിൽ വേണം നിങ്ങളത് ചെയ്യാൻ. അതിലൊന്നും ഒരിക്കലും നിങ്ങൾ എന്താണ് നെഗറ്റീവ്സ് വരുത്താനേ പാടില്ല. കാരണം ഇതൊക്കെ മാർക്ക് സ്കോറിംഗ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പം ഇവാലുവേറ്റ് എന്ന് പറയുന്ന ചോദ്യം എന്തായാലും നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ, ഇവാലുവേറ്റ് എന്നോ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ എന്നോ അല്ലെങ്കിൽ നമുക്കിപ്പം പല രീതിയിൽ ചോദിക്കാം. ഇത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതായത് പ്ലസ് എന്നത് ഇതായാൽ, അതെന്നത് ഇതായാൽ എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം ക്വസ്റ്റ്യൻ അതെല്ലാം ബോട്ട് മാസ് റൂൾ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് അത് വളരെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മൾ നല്ല കറക്റ്റ് ഉള്ള പ്രാക്ടീസ് വേണം കേട്ടോ. നമുക്കിപ്പോൾ സിംപ്ലിഫിക്കേഷൻ ഇപ്പം നമുക്ക് കൂട്ടുമ്പോഴും തെറ്റിപ്പോകും. കാരണം നമുക്കത് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ് കൂട്ടുമ്പോഴും ഗുണിക്കുമ്പോഴും അതുപോലെ ഡിവിഷൻ ചെയ്യുമ്പോഴും മൈനസ് ചെയ്യുമ്പോഴേക്കും ചിലർക്ക് തെറ്റിപ്പോകുന്നത്. അത് പ്രോപ്പർ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓർത്ത് വെച്ചേക്കുക, ഇത്ര ടൈം ലിമിറ്റേ ഉള്ളൂ. 90 മിനിറ്റ്സ് എങ്ങാണ്ട് ടൈം ലിമിറ്റ് ഉള്ളൂ. അതിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ചെയ്യുന്നത്. അത് CBT പരീക്ഷ ആയതുകൊണ്ട് നിങ്ങളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി ചെയ്ത് പഠിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തു, അതിൽ തെറ്റുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ലീവ് ചെയ്യരുത്.
ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് തെറ്റ് വന്നത് അത് ക്ലാരിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന എക്സാമിന്റെ ആൻസർ അനാലിസിസ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ RRB ജെയുടെ പരീക്ഷ എഴുതി കാണും, ALP എഴുതി കാണും, RPF ഇപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടെക്നീഷ്യന്റെ പരീക്ഷ എഴുതി കാണും. അപ്പോൾ ഈ പരീക്ഷകളിലൊക്കെ നിങ്ങൾ കിട്ടിയ ചോദ്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു എക്സാം എഴുതിയതായിരിക്കാം, വീണ്ടും വീണ്ടും നിങ്ങളത് ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോൾ നമ്മൾ അടുത്ത പരീക്ഷയ്ക്കുള്ള ഒരു 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 എന്താ പറയാനാ ഒരു ഫ്യൂവൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. അത് വളരെ വ്യക്തമായിട്ട് RRB ഒരേ പാറ്റേണിൽ ഫോളോ ചെയ്ത് പോകുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് അത് വളരെ വ്യക്തമായിട്ട് മുന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ കഴിഞ്ഞ എക്സാമുകളുടെ ആൻസർ കമ്പൈലേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇവാലുവേറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ ഡേറ്റ. അതായത് മീഡിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മീഡിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്. 180, 90, 134, 68, 52, 152, അതുപോലെ 88, 110. മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ മീഡിയൻ മോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മീൻ മീഡിയൻ മോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ മീഡിയൻ മധ്യമം അല്ലെ, മീഡിയൻ. അപ്പൊ മധ്യത്തിലുള്ള ആ ഒരു സംഖ്യ ഇതെന്ന് കണ്ടുപിടിക്കാം മീഡിയൻ. നമുക്ക് ആദ്യം ചെയ്യണം, മീഡിയനിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡേറ്റനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ഉണ്ടെന്ന് നോക്കുക. എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. അത് ഇവൻ ആണെങ്കിൽ അതായത് ഈവൻ നമ്പർ ആണെങ്കിൽ ഇന്നത് ചെയ്യണം, ഓഡ് നമ്പർ ആണെങ്കിൽ ഇന്നത് ചെയ്യണം. ഈവൻ നമ്പർ ആണെങ്കിൽ n/2 + 1th ടേം എടുത്താൽ മതി. ഇനി ഓഡ് ആണെങ്കിലോ n + 1/2 ടേം. അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അസെൻഡിങ് ഓർഡറിലോട്ട് മാറ്റാം. അസെൻഡിങ് ഓർഡറിലോട്ട് മാറ്റുമ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ 52, പിന്നെ 68, നെക്സ്റ്റ് 88, 90, നെക്സ്റ്റ് ഏതാണ് 110, അടുത്ത 134, 152, 180. ടോട്ടൽ 1 2 3 4 5 6 7 8. ഇവിടെ 6 8. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അപ്പൊ 8 എന്ന് പറയുമ്പോൾ n = എന്ത് കിട്ടി? ഇവൻ ആണ്. ഇവൻ എന്ന് പറയുമ്പോൾ n/2 + 1th ടേം അല്ലേ. n/2 എത്രയാണ്? n എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ 8/2 എത്രയാണ്? 4. 4 + 1th ടേം. 4 + 1th എന്ന് പറയുന്നത് എന്തായിരിക്കും? 5th ടേം ആണ്. One, 2, 3, 4, 5 ആണോ? 5th ടേം ആണോ? അതായത് ഇത് ഇങ്ങനെയാണ് വരുന്നത്. n/2 + അതായത് n/2th + n/2 + 1th ടേം / 2 ആണ് വരുന്നത്. അപ്പം n/2 എന്ന് പറയുന്നത് എത്രയാണ്? 4. അപ്പൊ 4th + അതായത് 4th ടേം + 5th ടേം / 2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 4th ടേം വരുന്നത് 90ഉം 5th ടേം വരുന്നത് 110 ആണ്. അപ്പം എത്ര വന്നു? 200 വന്നു. 200 / 2. 100 ആണ് നമുക്കിവിടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി 100 ആണ്. അപ്പൊ എന്താണ് ആ ഒരു ഫോർമുല കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. n/2th + n/2 + 1th ടേം ഹോൾ / 2 കൊടുക്കണം കേട്ടോ. ഹോൾ / 2. അതിന്റെ നമുക്ക് ഈവൻ ടേംസ് ആകുമ്പോൾ ഒത്തു നടുക്ക് 2 ടേംസ് വരും, അതിന്റെ പകുതി എടുത്താൽ മതി. അതാണ് അവിടെ എന്താണ് ആ ഒരു മീഡിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓ ടേം ആകുമ്പോൾ അങ്ങനെ വരില്ല, ഒത്തു നടുക്ക് ഒരൊറ്റ നമ്പറേ വരുള്ളൂ. അതായിരിക്കും അതിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ക്ലിയർ ആണോ എന്ന് വ്യക്തമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. അതും സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പി സിസ്റ്റർ ഓഫ് ക്യൂസ് ബ്രദർ ആർ. അതായത് പി ആരാണ്? ക്യൂവിന്റെ ബ്രദറായ ആറിന്റെ സിസ്റ്റർ ആണ് പി.
അതായത് ക്യൂവിന് ഒരു ബ്രദർ ഉണ്ട് ആർ. ആ ആറിന്റെ സിസ്റ്റർ ആണ് പി. അപ്പൊ ക്യൂവിന്റെ ബ്രദറിന് ഞാൻ ഇവിടെ വരച്ചു. ആ ആറിന്റെ സിസ്റ്റർ ആണ് പി. അപ്പോ ക്യൂവും ആർ പിയും ഒരേ, അതായത് ബ്രദർ സിസ്റ്റർ ആണ്, ഒരേ ജനറേഷൻ വരുന്ന ആൾക്കാരാണ്. എസ് ഈസ് ഹസ്ബൻഡ് ഓഫ് ക്യൂ ആൻഡ് ടി സൺ ഓഫ് എസ്. അപ്പൊ എസ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഓഫ് ക്യൂ ആണ്, ക്യൂവിന്റെ ഹസ്ബൻഡ് ആണ്. അപ്പം നമുക്ക് ക്യൂവിന്റെ ജെൻഡർ കിട്ടി. ഇനി ആൻഡ് ടി സൺ ഓഫ് എസ്, അപ്പൊ എസിന്റെ മകനാണ് ടി. ഹൗ ഇസ് പി റിലേറ്റഡ് ടു ടി? അങ്ങനെയാണെങ്കിൽ ഹൗ ഇസ് പി റിലേറ്റഡ് ടു ടി ആണ്. അപ്പൊ ടിയുടെ ആരാണ് പി എന്നുള്ളതാണ്. ടിയുടെ ആരാണ് പി നോക്കാം. ടിയുടെ അമ്മയുടെ സഹോദരിയാണ്. അമ്മയുടെ സഹോദരി നമുക്ക് മെറ്റേണൽ ഓണ്ട് വരും. അമ്മ വഴി വരുമ്പോൾ മെറ്റേണൽ ചേർക്കണം, മെറ്റേണൽ ഓണ്ട്. ഓപ്ഷനകത്ത് ഓണ്ട് എന്ന് മാത്രം ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയും ചേർക്കാം. ഇനി അതല്ല മദർ സിസ്റ്റർ എന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ ഓപ്ഷനകത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് പ്രോപ്പർ ഒരു വേർഡ് അല്ല പറഞ്ഞിട്ടുള്ളത്, മദർ സിസ്റ്റർ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടെ ചോദ്യത്തിന്, ആ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ ചെക്ക് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ക്ലിയർ ആണോ എന്ന് ചെക്ക്. അടുത്ത ചോദ്യം എന്താണ്? Select the term from among the given options that can replace a question mark in the following series. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് JEE പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള, JEEയിലെ ജനറൽ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ 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 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്തോളൂ. എങ്ങനെയായിരിക്കും നമുക്ക് അതിന്റെ ആൻസർ വരിക? ആദ്യത്തെ 3 ലെറ്റേഴ്സും പിന്നെ ഒരു നമ്പർ, വീണ്ടും 3 ലെറ്റേഴ്സ്, വീണ്ടും നമ്പർ. നമുക്ക് ആദ്യം ആ ലെറ്റേഴ്സ് എങ്ങനെയാണ് വന്നിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്പേഴ്സ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം നമുക്ക് ലെറ്റേഴ്സ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കിക്കേ. OJH ഞാൻ എല്ലാത്തിൻ്റെയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ എഴുതുവാണ്. അടുത്ത MHF വരും. അത് കഴിഞ്ഞാൽ KFD വരും. അത് കഴിഞ്ഞാൽ IDB വരും. അത് കഴിഞ്ഞാൽ GBZ വരും. നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ OMKIG എന്നല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ വാല്യൂസ് ഒന്ന് എഴുതി നോക്കിക്കേ. O15, M13, K11, I9, G7. 15 മൈനസ് 2 13, 13 മൈനസ് 2 11, 11 മൈനസ് 2 9, 9 മൈനസ് 2 7. അപ്പൊ 7 മൈനസ് 2 എത്രയാണ്? 5. 5 എന്ന് പറയുമ്പോൾ E വരും. അപ്പോ ആ ലെറ്ററിന്റെ ഫസ്റ്റ് ലെറ്റർ കിട്ടി E. ഓക്കെ, അതെത്രയും നമുക്കൊന്ന് റബ് ചെയ്ത് കളയാം. ഇത് വേണ്ട. ഇതെങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലോ. ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം കൂടെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് ലെറ്റേഴ്സ്. ഇനി അടുത്ത് നമുക്ക് J10, H8, F6, D4, B2. അപ്പോ 10 മൈനസ് 2 8, 8 മൈനസ് 2 6, 6 മൈനസ് 2 4, 4 മൈനസ് 2 2. 2 മൈനസ് 2 എന്തായിരിക്കും? 2 മൈനസ് 2 എന്ന് പറയുമ്പോൾ 0 ആണോ? അല്ല. ബി എന്ന് പറഞ്ഞ ലെറ്ററിന് 2 ലെറ്റർ പിറകിൽ എന്താണെന്ന് നോക്കുക. അത് 26 ആണ്. അത് ഇസഡ് വരും അല്ലെ? ഏത് വന്നു? ഇസഡ് വന്നു. ഓക്കെ, അങ്ങനെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. നമുക്ക് അങ്ങനെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ഒറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ. ZX 175 എന്ന് പറഞ്ഞ ഒറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ. അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ഇതും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് 175 കിട്ടുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കണമല്ലോ. അപ്പൊ ആ സെക്കൻഡ് ലെറ്ററിന്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനമായിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് തേർഡ് ലെറ്റർ H8, F6, D എത്രയാണ്? 4, B2, Z 26. അപ്പം 8 മൈനസ് 2 6, 6 മൈനസ് 2 4, 4 മൈനസ് 2 2, 2 മൈനസ് 2. അതായത് ബി എന്ന് പറഞ്ഞ ലെറ്ററിന് 2 ലെറ്റർ മുന്നേ ഇസഡ് ആണ്. ഇനി 26 മൈനസ് 2 24, അത് എക്സ് വന്നു. കറക്റ്റ് അല്ലേ? എക്സ് വന്നു. യെസ്. അപ്പൊ ആ 3 ലെറ്റേഴ്സ് നമുക്ക് അവിടെ കിട്ടി. ഇനി നമുക്ക് നമ്പേഴ്സ് ആണ് വേണ്ടത്. നമ്പേഴ്സ് നോക്കിക്കേ. 20 25, 20 25 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ +5 ആണ് ചെയ്തത് അല്ലേ? ഇനി 25 35 എന്ന് പറയുമ്പോൾ +10 ആണ് ചെയ്തത്. 35 55 +20 ആണ്. 20 ആണോ?
യെസ്. ഇനി 55ഉം 95ഉം എത്രയാണ്? +40 ആണ്. അപ്പൊ 5 × 2 10, 10 × 2 20, 20 × 2 40. അപ്പൊ 40 × 2 എത്രയാണ്? 80. അപ്പൊ 80 ചെയ്യാം. 80 ചെയ്യുമ്പോൾ 175 എന്ന് വരും. അപ്പോ 175. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് വന്നത്? ഈ ഒരു ചോദ്യത്തിന്റെ അത് നമ്പർ സീരീസ് ആണ്. നമ്പർ സീരീസ് നമുക്ക് വന്നത് ഇങ്ങനെയാണ്. ഈ ഒരു രീതിക്കാണ് നമുക്ക് നമ്പർ സീരീസ് വന്നത്. ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ പ്രത്യേകം വശം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നമുക്കൊരു എന്താ പറയാ, ഒരു എന്താണ് അനലോഗി ടൈപ്പ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതായത് സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ ട്രയാഡ്സ് ഷെയർ ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ദാറ്റ് ഷെയർഡ് ബൈ ദ ഗിവൺ ട്രയാഡ്സ്. അതായത് നമുക്ക് ട്രയാഡ്സ് തന്നിട്ടുണ്ട്. മൂന്ന് എലമെന്റ്സ്, ഒരിൽ തന്നെ നമുക്ക് 3 എലമെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതില് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് വരുന്നത് നോക്കുക. അതേ റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്നത് ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലൈഫ് എങ്ങനെ IFEL ആയി? നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. ലൈഫ് എങ്ങനെ IFEL ആയി? ഇനി അതെങ്ങനെ FELI ആയി? ലൈഫ് നോക്കിക്കേ, LI. ഞാൻ ആദ്യത്തെ ലെറ്റർ അവസാനവും സെക്കൻഡ് ലെറ്റർ ലാസ്റ്റും ഫസ്റ്റും എഴുതി. എഫ് സെക്കൻഡ് ലെറ്റർ ആയിട്ട് എഴുതി. അതായത് ഞാൻ അവിടെ 1 2 3 4 ആയിട്ട് കൊടുത്തു. ഇവിടെ ആണെങ്കിലോ 2 3 4 1. ഇനി ഇതെന്തായി? ഈ ഫസ്റ്റിലത്തെ ലെറ്റർ വെച്ച് നമുക്കൊന്ന് ആ ഒരു വേർഡ് വെച്ച് നമുക്ക് നോക്കാം. 3 4 1 2. ഇതുപോലെയാണോ ഈ കാം വന്നത്? നോക്കിക്കേ, കാം 1 2 3 4. അപ്പോൾ ആദ്യം ALMC, പിന്നെ LMCA. എ എത്രയാണ്? 2, L 3 4 1. ഇവിടെ ആണെങ്കിൽ L 3 4 1 2. സെയിം അല്ലേ? 2 3 4 1 ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 3 4 1 2 നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതേ രീതിക്ക് നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ആയിട്ട് വരുന്നത് M 1 2 3 4. അപ്പൊ നമുക്കിത് U 2 3 4 1. അത് കറക്റ്റ് ആണ്. അടുത്ത് GS 3 4 1 2. അപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 2 3 4 1 വരണം സെക്കൻഡ് ലെറ്റർ. അതുപോലെ തേർഡ് എന്ന് പറയുന്നത് 3 4 1 2 വരണം. രണ്ടും കറക്റ്റ് ആണ് അല്ലേ? അപ്പൊ ഏത് വന്നു? ഓപ്ഷൻ A ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്തായാലും നമുക്ക് ഓപ്ഷൻ A ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ A ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാലോ. അടുത്ത ചോദ്യം, BCD FH. BCD FH അങ്ങനെ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. ഡിഫറെന്റ് മാർക്സ് സ്കോർ ചെയ്ത 5 പേരുണ്ട്. ഓൺലി 1 person ഹാസ് സ്കോർഡ് ബിറ്റ്വീൻ C ആൻഡ് D. സിക്കും ഡിക്കും ഇടയ്ക്ക് ഒരൊറ്റ ആൾ മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. ഓൺലി 1 person ഹാസ് സ്കോർഡ് ബിറ്റ്വീൻ H ആൻഡ് D. എച്ചിനും ഡിക്കും ഇടയ്ക്ക് ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വരുള്ളൂ കേട്ടോ. C D ഇങ്ങനെ വരുള്ളൂ. H കാരണം ഇവിടെ നമുക്ക് H വരില്ല. കാരണം സിക്കും ഡിക്കും ഇടയിൽ ഒരാൾ ആയതുകൊണ്ട് നമുക്ക് ഡിക്കും എച്ചിനും ഇടയ്ക്ക് ഒരാളായതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിക്ക് മാത്രമേ അത് വരുള്ളൂ. അടുത്ത് F സ്കോർഡ് ലെസ് ദാൻ C. എഫ് സിനെക്കാട്ടി ലെസ് ദാൻ ആണ് സ്കോർ ചെയ്തത്. ആൻഡ് ഡി, അതായത് എഫ് ഹാസ് സ്കോർഡ് ലെസ് ദാൻ C ആൻഡ് D. സിനെക്കാട്ടിലും ഡിനെക്കാട്ടിലും ലെസ് സ്കോർ ചെയ്തത് എഫ് ആണ്. അങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഇത് നമുക്ക് ഇങ്ങനെ വെച്ചാൽ നമുക്കേ ടോട്ടൽ ഇവിടെ 5 പേരുണ്ട്. നമ്മളിപ്പോ വരച്ചതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടോട്ടൽ 5 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് വരാൻ സാധ്യതയുള്ളത് ഇവിടെ വരുള്ളൂ. പക്ഷെ ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ ഡിക്ക് മാത്രമല്ല സിക്കും എന്താണ് ലെസ് ആണെന്നാണ് പറയുന്നത് അല്ലെ? അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചൊന്ന് ചെയ്ത് നോക്കാം. എച്ചും ഡിയും ഞാൻ ഇങ്ങനെ വരച്ചു, ഡിയും സിയും ഇങ്ങനെ വരച്ചു. ഇനി സിക്കും ഡിക്കും ലെസ് ദാൻ ആയിട്ടാണ് എഫ് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ വരയ്ക്കണം എഫ്. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് ബി എനിക്ക് ഇവിടെ വരയ്ക്കാം. അപ്പൊ 5 പേരും ഇങ്ങനെയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പീപ്പിൾ ഹാവ് സ്കോർഡ് ലെസ് ദാൻ ബി? ബിനെക്കാട്ടിലും എത്ര പേര് ലെസ് സ്കോർ ചെയ്തിട്ടുണ്ട്? സി മാത്രമേ ഉള്ളൂ, ഓൺലി 1 ആണ്.
ആൻസർ എത്രയാണ്? 1 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 7 boxes D, E, F, R, S, T, U are kept one over the other but not necessarily in the same order. ഇതൊരു കുഞ്ഞു പസിലാണ്. ഒരു ബോക്സിന് 7 ബോക്സ് ഇങ്ങനെ അടുക്കി പുറക്കി വെക്കുന്ന ഒരു പസിലാണ് വന്നിട്ടുള്ളത്. U is kept immediately above T. അപ്പൊ ഞാൻ 7 ബോക്സസ് ആണ് ഞാൻ ഇവിടെ വരയ്ക്കാം. 1, 2, 3, 4, 5, 6, 1, 2, 3, 4, 5, 6, 7. പല പോസിബിലിറ്റീസ് വരാം, അതുകൊണ്ട് ഞാൻ പോസിബിലിറ്റീസിന് വേണ്ടി ഞാൻ ഇതിങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? യു ഈസ് കെപ്റ്റ് ഇമ്മീഡിയറ്റ്ലി അബൌവ് ടി. ടിക്ക് തൊട്ട് മേളിലാണ് യുവിനെ വെച്ചിട്ടുള്ളത്. ഈസ് കെപ്റ്റ് ഇമ്മീഡിയറ്റ്ലി അബൌവ് ഡി. ഡിക്ക് തൊട്ട് മേളിലാണ് ഇനെ വെച്ചിട്ടുള്ളത്. ഒൺലി എഫ് ഈസ് കെപ്റ്റ് അബൌവ് എസ്. അപ്പൊ എസിന് മേലെ എഫ് മാത്രമേ വച്ചിട്ടുള്ളൂ, എസിന് മേലെ. അങ്ങനെയാണെങ്കിൽ എസ് നമുക്ക് ഇവിടെ വെക്കാം, എഫ് ഇവിടെ വെക്കാം. എസിന് മേലെ വേറെ ഒന്നുമില്ല, എഫ് മാത്രമേ ഉള്ളൂ. ഓക്കെ, only 2 boxes are kept above U. യുക്ക് മേലെ 2 ബോക്സ് മാത്രമേ ഉള്ളൂ. only 2 ബോക്സ് ആണ്. അപ്പം ഞാൻ യു ഇവിടെ വെച്ചിട്ട് ടീനെ ഇവിടെ വെക്കാം. യുക്ക് മേലെ 2 ബോക്സ് മാത്രമേ ഉള്ളൂ. ഈസ് നോട്ട് കെപ്റ്റ് അറ്റ് തേർഡ് പൊസിഷൻ ഫ്രം ദ ബോട്ടം. ബോട്ടത്തിൽ നിന്ന് തേർഡ് പൊസിഷൻ എന്തായാലും വരില്ല ഇ. അങ്ങനെയാണെങ്കിൽ ബോട്ടത്തിൽ നിന്ന് മൂന്നാമത്തെ പൊസിഷൻ അല്ലേ, അപ്പൊ ഈ എന്തായാലും ഇവിടെ വരില്ല എന്നാ പറയുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡിലും ഫസ്റ്റിലും വരാം. അപ്പോൾ നോക്കട്ടെ. അത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. ഈസ് നോട്ട് കെപ്റ്റ് അറ്റ് തേർഡ് പൊസിഷൻ ഫ്രം ദ ബോട്ടം. അപ്പോൾ ഇതിൽ നമുക്ക് ഇ വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം, ഡി എനിക്ക് ഇവിടെ വരാം. അല്ല, ഡിയും ഇയും അല്ലേ വരിക? ഇയും ഇക്ക് മേലെ അല്ലല്ലോ ഡി വരിക. അപ്പം നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഡി ഇവിടെ വരച്ചിട്ട് ഇ ഇവിടെ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ, അത് തൊട്ട് മേളിൽ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏതാണ്? എഫ്, ആർ ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പൊ 7 ബോക്സസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഹൗ മെനി ബോക്സസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്? ആറിനും എഫിനും ഇടയ്ക്ക് എത്ര ബോക്സസ് ഉണ്ട്? 1, 2, 3 ഉണ്ട്. എത്രയാണ്? ഓപ്ഷൻ സി 3. 3 ബോക്സ് ആണ് ആറിനും എഫിനും ഇടയിലുള്ളത്. ഓക്കെ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, വളരെ 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 വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണോ നോക്കുക, വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ചോദ്യം വരുന്നത്, five friends S, T, U, V and W are of different ages. Who is second eldest among them? അതിൽ സെക്കൻഡ് എൽഡസ്റ്റ് ആരാന്നുള്ളത് ഇത് നമ്മുടെ ഡേറ്റ സഫിഷ്യൻസിയിലെ ക്വസ്റ്റൻ ആണ്, നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. 5 ഫ്രണ്ട്സ് ഉണ്ട് എസ് ടി യു വി ഡബ്ല്യു ഓഫ് ഡിഫറെന്റ് ഏജസ് ആണ്. അതിൽ സെക്കൻഡ് എൽഡസ്റ്റ് ആരാണെന്നുള്ളതാണ് ചോദ്യം. യങ്ങസ്റ്റ് അല്ല, എൽഡസ്റ്റ്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഡബ്ല്യു ഇസ് യങ്ങർ ദാൻ ടി. ടീനെക്കാട്ടിലും യങ്ങർ ആണ് ഡബ്ല്യു. ഡബ്ല്യു ഇസ് എൽഡർ ദാൻ യു. യുവിനെക്കാട്ടിലും എൽഡർ ആണ് ഡബ്ല്യു. ഇതിൽ നിന്നും സെക്കൻഡ് എൽഡസ്റ്റ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഈ ഒരൊറ്റ ഇത്. ഇനി നമുക്ക് വി ഉണ്ട്, അതുപോലെ എസ് ഉണ്ട്, അത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2, ടി ഈസ് എൽഡസ്റ്റ്. ഓക്കെ, ടി എൽഡസ്റ്റ് ആണ്. only 1 person is younger than വി. വീനെക്കാട്ടിലും ഒരൊറ്റ ആൾ മാത്രമേ യങ്ങർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ വി ഞാൻ ഇവിടെ വെച്ചാൽ ഇതിനിടയ്ക്ക് 1, 2, 5 പേരല്ലേ, ഇവിടെ 1, 2, 3, 4, 5. ഓക്കെ, അപ്പൊ ഇത് മാത്രമായിട്ട് നമുക്ക് സെക്കൻഡ് എൽഡസ്റ്റ് ആരാന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിനൊന്ന് കമ്പൈൻ ചെയ്ത്, അതായത് 2 സ്റ്റേറ്റ്മെന്റ് കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത്, ഇത് ഡബ്ല്യു വന്നു, ഇത് യു വന്നു. യു വേണമെങ്കിൽ ഇവിടെ വരാം, അടുത്ത് നമുക്ക് എസ് വേണമെങ്കിൽ ഇവിടെ. ഇത് ഒന്നുകിൽ യു എസ് ഇവിടെ വരാം, അല്ലെങ്കിൽ എസ് യു ഇവിടെ വരാം. ഇതിൽ സെക്കൻഡ് എൽഡർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉണ്ട്, ഡബ്ല്യു എന്നുണ്ട്. സെക്കൻഡ് എൽഡസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഡബ്ല്യു എന്നുണ്ട്. അപ്പം ഇതിലെ 2 എന്താണ് സ്റ്റേറ്റ്മെന്റും കമ്പൈൻ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഏതാണ്? ഡേറ്റ ഇൻ സ്റ്റേറ്റ്മെന്റ് 1 and 2 ടുഗദർ ആർ സഫിഷ്യന്റ് ടു. അപ്പം സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം രണ്ടും കൂടെ ഒരുമിച്ച് കമ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ഉത്തരം കിട്ടുന്നുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലത്തുള്ള ചോദ്യങ്ങളുടെ ടോപ്പിക്സ് വളരെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെയ്ഡ് ബാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ 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 എന്താണ് ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പെയ്ഡ് ബാച്ചസ് നമ്മൾ എന്താണ് റൺ ചെയ്ത് പോകുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്സസ് ഒക്കെ. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആപ്പ് AZB അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക.
ആ ആപ്പിൽ നമുക്ക് കോഴ്സസ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുമ്പോഴത്തേക്കും കോഴ്സസ് ഉണ്ടാവും. ആ കോഴ്സിൽ RRB ഗ്രൂപ്പ് ഡി നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കോഴ്സ് അവൈലബിൾ ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് ബൈ പാക്കേജിൽ പോയി നിങ്ങൾക്ക് കൂപ്പൺ കോഡ് കാവ്യ20 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 20% ഓഫർ കിട്ടും. നമുക്ക് എത്രയാണ് രൂപയുള്ളത് അതിൽ 20% കൂടെ നിങ്ങൾക്ക് ഓഫർ കിട്ടും. 1499 രൂപയാണ് ഇതിന്റെ ഒരു കോഴ്സ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ മോക്ക് ടെസ്റ്റുകളുണ്ട്, നമ്മുടെ എന്താണ് പഠിപ്പിക്കുന്ന സ്റ്റഡി നോട്ട്സോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കറക്റ്റ് ഒരു ലോജിക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കറക്റ്റായിട്ട് ആ ഒരു കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിവിഷൻ സീരീസിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത റിവിഷൻ സീരീസ് നാളെയാണ്. നാളെ 5:30 വീണ്ടും നമ്മൾ ഒരു റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിക്കുക. ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ആയിട്ട് നിങ്ങൾക്ക് വേണം, ഒരു പ്രത്യേക ഒരു ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് ഞാൻ എന്താണ് ക്ലാസ്സും കാര്യങ്ങളായിട്ടൊക്കെ വരാം. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.